അതായത് കേരളത്തിലെ മെസ്സി വരും എന്ന് പറഞ്ഞ വലിയ പ്രചരണം കായിക വകുപ്പ് മന്ത്രി നടത്തി അബ്ദുറഹിമാൻ. ഒരു ഭാഗത്ത് റിപ്പോർട്ടർ ഉടമ ആന്റോ അഗസ്റ്റിന്റെ പ്രചരണമുണ്ട്, മറുഭാഗത്ത് സർക്കാർ ഇത് 10 വോട്ട് കിട്ടാനുള്ള ഒരു പരിപാടിയാക്കി നോക്കി. മലപ്പുറത്ത് നിന്നുള്ള മന്ത്രിയാണ് അബ്ദുറഹിമാൻ. മലപ്പുറം നമുക്കറിയാം, ഫുട്ബോളിനെ വളരെയധികം സ്നേഹിക്കുന്ന ആളുകളുള്ള ഒരു പ്രദേശമാണ്. കേരളത്തിൽ ഇത്രത്തോളം ഫുട്ബോളിനെ ഹൃദയത്തിലേറ്റുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതുകൊണ്ട് മന്ത്രി അവിടുന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കി. ഒടുവിൽ മെസ്സി വരില്ല എന്ന തീരുമാനം അറിഞ്ഞിരിക്കുന്നു. അടുത്ത വിൻഡോയിൽ മെസ്സി വരില്ല, കാരണം ലോകകപ്പ് ഫുട്ബോളിന് പിന്നെ മാർച്ച് കഴിഞ്ഞ 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് മെസ്സി വരില്ല, മെസ്സി കേരളത്തിൽ വരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ മെസ്സി വരവുമായി ബന്ധപ്പെട്ട് ആന്റോ അഗസ്റ്റിനെതിരെ വലിയ പ്രചരണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്റ്റേഡിയം നവീകരണവുമായി വിഷയമടക്കമുള്ള അഴിമതി കേസുകൾ ഉൾപ്പെടെ ഉയർത്തി കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തുമ്പോൾ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ, BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ DYFIയെ ട്രോളിക്കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. ആ പ്രാർത്ഥന ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ പ്രേക്ഷകരുമായി നമുക്ക് എങ്ങനെ ആ ഫേസ്ബുക്ക് ട്രോളിനെയും അതോടൊപ്പം തന്നെ DYFIയുടെ നിലപാടിനെയും സന്ദീപ് വാര്യരുടെ നിലപാടിനെയൊക്കെ പങ്കുവെക്കാൻ കഴിയും? സന്ദീപ് വാര്യർ നമുക്കറിയാം, ചാനൽ ചർച്ചകളിൽ BJPക്ക് വേണ്ടി കത്ത് നിന്ന നേതാവാണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന് ഇടക്കാലയളവിലാണ് അദ്ദേഹത്തിന് ആ രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് മാറിയത്. രാഷ്ട്രീയത്തിൽ ആരും ശത്രുക്കളില്ല എന്നാണ് സ്വാഭാവികമായി നമ്മൾ സാധാരണയായി പറയുന്നത്. ഇപ്പം ഇന്നത്തെ എന്റെ ആശയം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് നാളെ മറ്റൊരു ആശയത്തിലേക്ക് പോകാം. അല്ലാതെ അതൊരു പരമമായ തെറ്റാണെന്നൊന്നും ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരിക്കലും അനുകൂലമായ കാര്യമല്ല. നമ്മുടെ ആശയങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തെറ്റിദ്ധരുത്താം എന്നുള്ളതാണ് 100%. ഇപ്പൊ ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്നവൻ നാളെ BJP പോവാം, BJPയിൽ നിൽക്കുന്നവൻ നാളെ മറ്റന്നാൾ CPMൽ പോവാം. കാരണം തന്റെ ആശയം എന്ന് വരെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്നവരെ നമ്മൾ അതിൽ നിൽക്കുള്ളൂ. അതാണ് സത്യം. എന്തായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതിനു ശേഷം കോൺഗ്രസിന് ഒരു അസറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം വളരെ കൃത്യമായി പല ചാനൽ ചർച്ചകളിലും ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിനെ പ്രതിരോധിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. നോക്കൂ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോ സന്ദീപ് വാര്യർ അലക്കി പൊളിച്ചു എന്ന് തന്നെ പറയാം. കാരണം ട്രോളി കൊന്നിരിക്കുകയാണ് സന്ദീപ് വാര്യർ. കാരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം. ഇങ്ങനെയാണ് അതിൽ പറയുന്നത്: രാവിലെ തന്നെ LDF യോഗം ചേർന്നു. യോഗത്തിലെ തീരുമാനങ്ങൾ: കലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. PM ശ്രീ പദ്ധതിയുടെ MOU തിരുത്താൻ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കേരളത്തെ അവഗണിച്ച മെസ്സിക്കെതിരെ ഡൽഹിയിലെ ബ്രസീൽ എംബസിയിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി DYFI തീരുമാനിച്ചു. ഇങ്ങനെയാണ് സന്ദീപ് വാര്യരുടെ പോസ്റ്റ് പോകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അത് ആ ട്രോളാണെങ്കിൽ പോലും അതിലെ ആ വാക്കുകൾ എത്രമാത്രം ശക്തമാണ്. കാര്യം DYFIയെയും CPMനെയും ഒക്കെ അലക്കി പൊളിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണത്. കാര്യ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട കാര്യവുമാണ്. കാരണം ആമസോൺ കാർഡുകൾക്ക് തീ പിടിച്ചാൽ പോയിട്ട് പ്രതിഷേധം അറിയിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അതെ, DYFI. ഇവിടെ കോഴിക്കോട് മാനാഞ്ചിറയിലെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ, കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടി ആ സ്പോട്ടിൽ കേന്ദ്രത്തിനെതിരെ പോയി പ്രതിഷേധിക്കും. ആര്? DYFI. എന്തുകൊണ്ടായി ഒരു PM ശ്രീക്കെതിരെ പോയിട്ട് പ്രതിഷേധിക്കാഞ്ഞത്? എന്തുകൊണ്ടാ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പൊ PM ശ്രീക്കെതിരെ ആണ്, SFI PM ശ്രീക്കെതിരാണ്, DYFI PM ശ്രീക്കെതിരാണെന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ നാക്കിപ്പോ പൊങ്ങുന്നില്ല പ്രതിഷേധിക്കാൻ വേണ്ടി. ഇപ്പൊ ഇവർ പോസ്റ്റ് ഓഫീസ് കാണുന്നില്ല, ഇപ്പൊ ഇവര് ഇത് കാണുന്നത് എംബസികളൊന്നും തന്നെ കാണുന്നില്ല. അല്ലെങ്കിൽ ഈ പറയല്ലോ, നമ്മുടെ പലതരത്തിൽ പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങൾക്ക് ഓഫീസുകൾ ഉണ്ടാവും, അതൊന്നും ഇവർ കാണുന്നില്ല. ഈ നോക്കൂ, ഈ ഫുട്ബോൾ ആയി ബന്ധപ്പെട്ട് മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ മൊത്തം പറ്റിച്ചു. ഇവര് സ്പോൺസറുടെ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയോ? ഇല്ല. പക്ഷെ മെസ്സിക്കെതിരെ, അതായത് ഇവിടെ സ്പോൺസർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അർജന്റീന ടീമും മെസ്സിയും കേരളത്തിൽ വരികയാണെങ്കിൽ അത് ആർക്കാണ് നല്ലത്? മെസ്സിക്കും അർജന്റീന ടീമിനാണ് നല്ലത്. അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് കേരളത്തിൽ വരുന്നത്. അത് അവർക്ക് തീരുമാനിക്കാം എന്ന് സ്പോൺസർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നമ്പർ 1 ആയി നിൽക്കുന്ന കേരളത്തിൽ, ഈ ലോകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണം ശക്തമായി സ്ട്രോങ് ആയി നിൽക്കുന്ന കേരളത്തിൽ അവർ വരാതെ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ലോകത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ബ്രസീൽ എംബസിയിലേക്ക് വളരെ ശക്തമായ രീതിയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ഒരു സംശയമില്ല, അർജന്റീനയുടെ എംബസിയിലേക്കും ബ്രസീൽ എംബസിയിലേക്കും ഒക്കെ മാർച്ച് സംഘടിപ്പിക്കാനുള്ള തീരുമാനം ഇവർ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് DYFI പോയിട്ട് ഇനി മെസ്സി എനിക്ക് തോന്നുന്നു നവംബർ മാസം ഡിസംബർ മാസം ഇന്ത്യയിൽ വരാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഇന്ത്യയിൽ മെസ്സി കാല് കുത്തണമോ എന്ന് ആര് തീരുമാനിക്കും? DYFI. കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാവും. ഇനി വേറെ എന്തെങ്കിലും കേസ് കൊടുക്കുന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു ചില ആളുകളൊക്കെ ഈ ഗൂഗിളിൽ പോയിട്ട്
മെസ്സി കോൺട്രവേഴ്സി, എനിക്ക് മെസ്സിയായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്നൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേട്ടു. അപ്പോൾ അതാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ നോക്കൂ, കലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചതാണ്. ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് ശബരിമലയിലെ സ്വർണ്ണ വിഗ്രഹത്തിന്റെ അടിയിലെ പാളികൾ മൊത്തം അടിച്ചുകൊണ്ട് പോയി, ആ കട്ടിള അടിച്ചുകൊണ്ട് പോയി, ഈ യോഗദണ്ഡ് പത്മകുമാറിന്റെ മകൻ അതിന്റെ മുകളിൽ നിന്ന് ഉരുക്കി കൊണ്ടുപോയി, രുദ്രാക്ഷത്തിന്റെ സാധനം അടിച്ചുകൊണ്ട് പോയി, മേൽക്കൂര അവിടെ ഉണ്ടോ എന്നുള്ള മേൽക്കൂര അതോടെ കൂടി പൊളിച്ച് വിൽക്കാൻ കൊണ്ടുപോയി. ഇനി ആ പഞ്ചലോഹ വിഗ്രഹം, അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് പഞ്ചലോഹാണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. അത് ആരും ഇതുവരെ പരിശോധിച്ചിട്ടില്ല. എൻ വാസുവിനെതിരായിക്കൊണ്ടും പത്മകുമാറിനെതിരായിക്കൊണ്ടും പ്രശാന്തിനെതിരായിക്കൊണ്ടും ഈ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനും അതിന് മുമ്പത്തെ മന്ത്രി രാധാകൃഷ്ണനും അതിന് മുമ്പത്തെ മന്ത്രി കടകംപള്ളിക്കും ഉൾപ്പെടെ എതിരായിട്ട് മൊഴി വന്നിട്ടുണ്ട്. ആ മൊഴി വന്ന സമയത്ത് ഇവർക്കെതിരെ ഒന്നും എന്താ ഡിവൈഎഫ്ഐ സമരം നടത്താത്തത്? ശബരിമലയിലേക്ക് എന്താ സമരം നടത്താത്തത്? ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ എന്താ സമരം നടത്താത്തത്? അങ്ങനെ ഒരു സ്ഥലത്തേക്കും സമരം നടത്താതെ തങ്ങളുടെ മുമ്പിലുള്ള ഒരു സാധനവും കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോവാണ്. ഇപ്പൊ അടുത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് SFI ഇന്നലെ കാർഷിക സർവകലാശാലയിലേക്ക് ഒരു സമരം നടത്തിയിട്ടുണ്ട്. എന്തിന്? ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട്. അതും എന്താ കാര്യം എന്നറിയോ? CPI ഇപ്പോ PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPM-നെ വെള്ളത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്ന് പോയി ചൊറിഞ്ഞു കളയാം എന്നുള്ളത് ആർക്കൊരു ധാരണയുണ്ട്? SFIക്ക് ഉണ്ട്. അതുകൊണ്ട് P പ്രസാദിനെതിരെയുള്ള ഒരു സമരം മാത്രമാണത്. ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ള നിലയിലാണ് അവിടെ പോയി സമരം ചെയ്തത്. ഇവരെ സർക്കാരല്ലേ ഭരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ഇടപെടാമല്ലോ. മുഖ്യമന്ത്രിക്ക് ഇടപെട്ടാ ഫീസ് വർധന തീരൂലേ? ഇത് ആരെ പൊട്ടന്മാരാക്കാണ് ഇവർ സമരം ചെയ്യുന്നത്? മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ കൃത്യമായ കാര്യം. അപ്പോ സന്ദീപ് വാര്യർ പറഞ്ഞത് അനുസരിച്ച് ഈ കാര്യങ്ങൾ ഒരു ട്രോളായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഇതിൽ നിരവധിയായ കാര്യങ്ങളുണ്ട്. ശബരിമലയിലെ കാര്യങ്ങളുണ്ട്, ഒരു സ്റ്റേഡിയം തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ നോക്കിയ ഒരു മനുഷ്യനെ പറ്റിയുള്ള കാര്യമുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്ത അബ്ദുറഹ്മാനെ പറ്റിയും സ്പോർട്സ് വകുപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളാണ് ഒരു ട്രോളിലൂടെ സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സന്ദീപ് വാര്യരെ കൊത്തിപ്പറിക്കാനും അദ്ദേഹത്തെ വലിയ രീതിയിൽ അപഹസിക്കാനും ഒക്കെ സഖാക്കൾ രംഗത്തിറങ്ങും. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ബാലൻ സഖാവ് തന്നെയാണ് പറഞ്ഞത് ക്ലിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ കാര്യമാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. എന്തായാലും ഇങ്ങനെ ചില ആളുകളെയൊക്കെ ട്രോളി പണി കൊടുക്കാനുള്ള നേതാക്കന്മാർ ഉണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ഉളുപ്പുണ്ടെങ്കിൽ ഇവർ ഈ കാര്യം തിരിച്ചറിയണം. അങ്ങനെ അവര് തിരിച്ചറിയുമെന്ന് ഇതിന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം DYFI അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഒരുപാട് വിപ്ലവ പോരാട്ടങ്ങളുടെ കഥ പറയുന്ന, കൂത്തുപറമ്പിന്റെ സമര ഓർമ്മകൾ അയവിറക്കുന്ന, കേരളത്തിലെ ഒരുപാട് സമരങ്ങളുടെ ചരിത്രം പറയുന്ന, എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെ വിദ്യാഭ്യാസ കാലത്തൊക്കെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന രൂക്ഷമായ പോലീസുമായുള്ള ഏറ്റുമുട്ടലുകൾ, അത്തരത്തിൽ നിരവധിയായ മർദ്ദന മുറകൾ സഹിച്ച സമരങ്ങളൊക്കെ, ആ സമരങ്ങളുടെ കേരളത്തിലെ സമരങ്ങളുടെ ഒരു യുവജന പ്രക്ഷോഭങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ സൃഷ്ടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഒരു സമരത്തെയും തള്ളിപ്പറയില്ല. കാരണം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം, നിഷേധിക്കുന്ന അവകാശങ്ങൾ തിരിച്ചു വാങ്ങാനുള്ള യുവജന പ്രക്ഷോഭം ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അരാഷ്ട്രീയവാദം ഒരു അർബുദം പോലെ സംസ്ഥാനത്തിന് കാരണം തിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ യുവജന പ്രസ്ഥാനം, അത് DYFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും യുവമോർച്ച ആയാലും യൂത്ത് ലീഗ് ആയാലും എല്ലാവരും ശക്തിപ്പെടണമെന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ വിളിച്ച മുദ്രാവാക്യം മുഴുവൻ വിഴുങ്ങി ഇപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ കച്ചവടക്കാർക്കും അല്ലെങ്കിൽ ഒരു കാലത്ത് കോർപ്പറേറ്റ് മുതലാളിമാർക്കും ഫാസിസത്തിനുമെതിരെയൊക്കെ സമരം ചെയ്ത മുദ്രാവാക്യം വിളിച്ച ആളുകൾ അവർക്ക് അടിയറ വെക്കുന്നുവെന്ന് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷി പറയുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ, സ്വന്തം മുന്നണിയിലെ ഒരു പാർട്ടി ഭരിക്കുന്ന വകുപ്പിൽ ഒരു ഫീസ് വർധനമുണ്ടെന്ന് പറയുന്ന കാര്യം പറഞ്ഞ് സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് വിപ്ലവ യുവജന പ്രസ്ഥാനമെന്ന് സ്വയം പറയുന്ന ഒരു സംഘടന എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ആ സംഘടനയുടെ അപജയം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, യുവജന സംഘടനകൾ കൂടുതൽ കേരളത്തിൽ കരുത്താർജിക്കണം, യുവജന പ്രക്ഷോഭങ്ങൾ നടക്കണം. പക്ഷേ ഇത് നടത്തുന്നത് ഭരണവിലാസം സംഘടനയായി ഒരു സംഘടനയും അധപ്പതിക്കരുത്. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയല്ല യുവജന പ്രസ്ഥാനങ്ങൾ പ്രതികരിക്കേണ്ടത്. ആര് ഭരിച്ചാലും അതിനൊരു തിരുത്തൽ ശക്തിയായി യുവജന പ്രസ്ഥാനങ്ങൾ മാറണം. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ പാർത്തൻ നേരത്തെ പറഞ്ഞതുപോലെ ആമസോൺ കാടുകളിൽ തീപിടിച്ചാൽ തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസിലേക്ക് അല്ല മാർച്ച് നടത്തേണ്ടത്. കേരളത്തിലെ വിഷയങ്ങൾ ഏറ്റെടുത്ത്, ഇന്ത്യയിലെ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യേണ്ട ഒരു സംഘടന ഭരണവിലാസം സംഘടനയെ അധപ്പതിച്ചു പോയിരിക്കുന്നു. ഇവർക്ക് ഇനി കൂത്തുപറമ്പിന്റെ സമര ഓർമ്മകളൊന്നും കേരളത്തിൽ വിളിച്ചു പറയാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരു സംഘടനയുടെ നിലവാര തകർച്ചയെയാണ് സന്ദീപ് വാര്യർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് സന്ദീപ് വാര്യർ മാത്രമല്ല, പല ആളുകളും ചൂണ്ടിക്കാണിച്ചു. പക്ഷേ സന്ദീപ് വാര്യർ കേരളത്തിൽ പാർത്ഥം പറഞ്ഞതുപോലെ
ചാനൽ ചർച്ചകളിൽ അല്ലെങ്കിൽ ഇത്തരം ട്രോളുകളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഒരു പ്രത്യേക പ്രാവീണ്യം സന്ദീപ് വാര്യർക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്രത്തോളം ചർച്ചയായി മാറുന്നത്. നമുക്ക് അതിന്റെ ലൈക്കുകളുടെ എണ്ണവും ഷെയറുകളുടെ എണ്ണവും കമന്റുകളുടെ എണ്ണവും നോക്കിയാൽ മനസ്സിലാവും. മറ്റു ചില ആളുകളെ പോലെയല്ല, അദ്ദേഹം കൃത്യമായി കുറിക്കുകൊള്ളുന്ന ട്രോളുകളാണ് സന്ദീപ് വാര്യരുടെ ഒരു മാസ്റ്റർ പീസ്. അദ്ദേഹം ഇക്കാര്യം കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐ പോലെയുള്ള ഇത്തരത്തിലൊരു യുവജന സംഘടന ഇത്രത്തോളം അധപ്പതിച്ചത് നിർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും.